ചന്ദ്രഗിരി പുഴയും കടലും ചേരുന്നിടം കാസർഗോഡിന്റെ സൗന്ദര്യ തീരമാണ്. പുഴയോരത്ത് ചന്ദ്രഗിരി കോട്ട. അധിനിവേശ അധികാരത്തിന്റെ അടയാളമാണ് കോട്ടകൊത്തളങ്ങൾ. ചന്ദ്രഗിരി പുഴയുടെ വടക്കേക്കരയിൽ തളങ്കര. തളങ്കരയും സമീപ പ്രദേശങ്ങളും പ്രാക്തന ചരിത്രം നെഞ്ചേറ്റുന്ന ദേശങ്ങൾ. ഭൂതകാലത്തിന്റെ കാസർഗോഡൻ ചരിത്രം രേഖപ്പെടുത്തിയ മലിക് ദിനാർ പള്ളി. മതസാഹോദര്യത്തിന്റെ സന്ദേശം വിളംബരം ചെയ്യുന്ന ക്ഷേത്രങ്ങൾ. തുളുനാടൻ സംസ്കൃതിയുടെ അനേകം കാഴ്ചകളുണ്ട് കാസർഗോഡിന്റെ മണ്ണിൽ. കുടിയേറ്റത്തിന്റെയും കാർഷിക സമൃദ്ധിയുടെയും വിജയഗാഥകൾ തീർത്ത ക്രിസ്തീയ ദേവാലയങ്ങൾ. പാരസ്പര്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകം സൂക്ഷിക്കുന്ന വടക്കൻ കേരളം. മലയാളം, കന്നഡ, കൊങ്കിണി, തുളു, ബ്യാരി, മറാഠി, ഹിന്ദുസ്ഥാനി എന്നീ സപ്തഭാഷകളുടെ സംഗമഭൂമി എന്ന വിശേഷണം കൂടിയുണ്ട് കാസർഗോഡിന്. കാസർഗോഡ് ടൗണിൽ നിന്നും ചെർക്കളയിൽ എത്തിയാൽ കാസർഗോട്ടെ മറ്റൊരു ഭാഷയുടെ ഇടം കാണാം. നിശബ്ദരുടെ ശബ്ദമാകുന്ന ഭാഷയുടെ ഇടം. മർത്തോമ ബധിര വിദ്യാലയം, മർത്തോമ സ്കൂൾ ഫോർ ദ ഡഫ്. മർത്തോമ സഭ 1981 ജൂൺ 30 ഈ വിദ്യാലയം ആരംഭിച്ചത്. ഉത്തര മലബാറിലെ ആദ്യത്തെ ബധിര വിദ്യാലയം. കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷനായ ഈശോ മാർ തിമോഥയോസ് തിരുമേനിയാണ് കരുണയുടെ പ്രാർത്ഥനയോടെ മർത്തോമ ബധിര വിദ്യാലയത്തിന് തുടക്കം കുറിച്ചത്. കൈവിരലുകളുടെ ചലനങ്ങളിലൂടെ, ചുണ്ടനക്കങ്ങളിലൂടെ കൈകാര്യം ചെയ്യുന്ന ഭാഷ. ഭിന്നശേഷിക്കാരുടെ ഇന്റർനാഷണൽ ഇയർ ഓഫ് ദി ഡിസേബിൾഡായി 1981 UN പ്രഖ്യാപിച്ച വർഷം തന്നെയാണ് മർത്തോമ വിദ്യാലയം ആരംഭിച്ചത്. ശബ്ദം അന്യമായി പോയ കുട്ടികളെ സ്നേഹപൂർവ്വം ചേർത്തുപിടിച്ച് അവർക്ക് വേണ്ടി ആരംഭിച്ച വിദ്യാലയം. ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മർത്തോമ മെത്രാപ്പൊലീത്ത എന്ന വലിയ തിരുമേനിയുടെ വാക്കുകൾ ശ്രവണ സംസാര വെല്ലുവിളികൾ നേരിടുന്ന ഒരു സമൂഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറെ പ്രസക്തമാണ്. ഡഫ് ആർ പാർട്ട് ഓഫ് ദ സൊസൈറ്റി ആൻഡ് ഡു ബിലോങ് ടു ദ സൊസൈറ്റി. If the society does not accept them as part of the society, it may mean that the society is handicapped. The handicapped are not the problem of the society, but the society is the problem of the handicapped. 10 കുട്ടികളുമായിട്ടായിരുന്നു മർത്തോമ വിദ്യാലയത്തിന്റെ തുടക്കം. എന്നാൽ മർത്തോമ സഭയ്ക്ക് വടക്കൻ കേരളത്തിൽ ലഭിച്ച സ്വീകാര്യത വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്ക് വേഗം കൂട്ടി. മാർത്തോമ സഭ കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ആളിൻ്റെ പെരുപ്പം കൊണ്ട് ചെറുതാണെങ്കിലും അതിൻ്റെ കർമ്മ മേഖലയും അഗതികളെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ കഴിവുകളും സാക്ഷ്യ ജീവിതവും കൊണ്ട് ഏറ്റവും അനുഗ്രഹീതമായിരിക്കുന്ന സഭയാണ്. എവിടെയൊക്കെ മാർത്തോമ സഭയിലെ അംഗങ്ങൾ എത്തപ്പെട്ടിട്ടുണ്ടോ അവിടെ സഭയുടെ പേര് ഏറ്റവും ഔന്നത്യങ്ങളിൽ എത്തിക്കുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിന് ഇടയായിട്ട് തീർന്നിട്ടുണ്ട്. 1965 ഉത്തര കേരളത്തിൽ നിയമിതനായിരുന്ന അന്ന് ASP ആയി ചുമതലയേറ്റ ഡോക്ടർ PJ അലക്സാണ്ടർ IPS ആണ് മാർത്തോമ സഭയ്ക്ക് വേണ്ടി 5.14 ഏക്കർ സ്ഥലം ചെർക്കളയിൽ വാങ്ങിയത്. ആ സ്ഥലം ഇവിടെ ഉള്ളതുകൊണ്ട് 1981 അന്നത്തെ കുന്നംകുളം മലബാർ ഭദ്രാസന അധ്യക്ഷനായിരുന്ന അഭിമന്യ ഈശോ മാർ തിമോഥയോസ് തിരുമേനിയുടെ വലിയ ദർശനത്തിൽ ലോക വികലാംഗ വർഷത്തിൽ ഇങ്ങനെയൊരു സ്കൂൾ തുടങ്ങുന്നതിന് ഇടയായിട്ട് തീർന്നു. 43 വർഷം അതിൻ്റെ പ്രവർത്തന ബന്ധാവിൽ പിന്നിടുന്നു എന്നുള്ളതാണ് ഏറ്റവും അനുഗ്രഹകരമായിരിക്കുന്ന കാര്യം. 1981 ചെർക്കളയിലെ ഊഷരമായ മണ്ണിൽ മാർത്തോമ സഭ വിതച്ച കാരുണ്യത്തിന്റെ വിത്തുകൾ മുളച്ച് വളർന്ന് പന്തലിച്ചു. ഈ ഒരു നന്മ മരത്തണലിൽ എത്രയെത്ര പേരാണ് ജീവിതത്തിന് അർത്ഥം കണ്ടെത്തിയത്. അനേകം വിദ്യാർത്ഥികൾക്ക് ദിശാബോധം പകർന്ന പ്രസ്ഥാനം. ഇതൊരു സാധാരണ പള്ളിക്കൂടമല്ല, ദൈവപ്രീതിയുടെ അനുഗ്രഹം നേടിയ സ്ഥാപനമാണ്. മരുഭൂമിയിലും ജീവകാരുണ്യത്തിന്റെ ഹരിത ഭംഗികൾ പൊട്ടിമുളച്ചു വരുന്നതിന്റെ ദൃഷ്ടാന്തമാണ് മർത്തോമ. മർത്തോമ വിദ്യാലയത്തിന്റെ പ്രാദേശിക ഉപദേശക സമിതി അധ്യക്ഷനായി പ്രവർത്തിച്ച ശ്രദ്ധേയനായ പത്രപ്രവർത്തകൻ
യശശരീരനായ KM അഹമ്മദ് പറഞ്ഞ വാക്കുകൾ അർത്ഥവത്താണ്. പ്രാർത്ഥനാപൂരിതമായ മനസ്സോടെയാണ് ഈ വിദ്യാലയത്തിന്റെ ദിനചര്യകൾ ആരംഭിക്കുന്നത്. കേൾവിയുടെ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികൾക്ക് അന്യമായി പോയ ഭാഷയെ ഇവരിലേക്ക് എത്തിക്കുന്നതിന് ഹൃദയത്തിൽ നിന്നുള്ള ഭാഷയുണ്ട്, വാക്കുകളുണ്ട്. നിറഞ്ഞ നിശബ്ദതയ്ക്കുമേൽ ഏത് വാക്കും കൈവിരലുകളുടെ ചലനത്തിലൂടെ, ആംഗ്യത്തിന്റെ അക്ഷരങ്ങളിലൂടെ ഇവരിൽ ബോധവൽക്കരണത്തിന്റെ സംവേദന തലങ്ങൾ സൃഷ്ടിക്കുന്നു. ഓരോ കുട്ടിയുടെയും പ്രശ്നങ്ങൾ മർത്തോമാ വിദ്യാലയത്തിലെ അധ്യാപകർ മാതാപിതാക്കളുമായി ചർച്ച ചെയ്യുന്നു, പരിഹാരം കാണുന്നു. ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് ഈ കുട്ടികളെ കൈപിടിച്ചു കൊണ്ടുവരുന്നു. ഇവിടെ എത്തുന്ന ഓരോ കുട്ടിക്കും സാധാരണ വിദ്യാർത്ഥികളെ പോലെ എല്ലാ പാഠ്യവിഷയങ്ങളും പഠിക്കാനാകുന്നു. കേൾവി കുറവുണ്ടായതുകൊണ്ട് സംസാരശേഷിയും കുറയുന്നു. വിജ്ഞാന സമ്പാദനത്തിൽ ഇവർ ഒട്ടും പിന്നോട്ടല്ല. കമ്പ്യൂട്ടർ ക്ലാസ്സുകൾ, സയൻസ് ക്ലാസ്സുകൾ, കണക്ക്, ഭൂമിശാസ്ത്രം, ഒരു വിഷയവും ഇവർക്ക് അന്യമാകുന്നില്ല. സേവനത്തിന്റെ മഹിത മന്ത്രങ്ങളും സ്നേഹവാത്സല്യങ്ങളും നെഞ്ചേറ്റിയ അധ്യാപകർ ഇവരോടൊപ്പമുണ്ട്. 1ാം ക്ലാസ് തൊട്ട് കോളേജ് തലം വരേക്കും ഇപ്പോൾ 165 കുട്ടികൾ മർത്തോമാ വിദ്യാലയത്തിൽ പഠിക്കുന്നുണ്ട്. ചില കുട്ടികൾക്ക് കേൾവി ശക്തിയെ സഹായിക്കുന്നതിന് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്തിട്ടുണ്ട്. പരമ്പരാഗതമായ ശ്രവണ സഹായികളിൽ നിന്ന് കാര്യമായ പ്രയോജനം ലഭിക്കാത്തവർക്കാണ് കോക്ലിയർ ഇംപ്ലാന്റ് സർജറി ചെയ്യാറുള്ളത്. ഉത്തര മലബാറിലെ ആദ്യത്തെ ബധിരവിദ്യാലയമായ മാർത്തോമാ ബധിരവിദ്യാലയം ഔന്നത്യങ്ങളുടെ പടവുകൾ ചവിട്ടുകയാണ്. 1990 മുതൽ 2020 വരെ സക്രിയ തോമസ് സാറ് ഈ സ്ഥാപനത്തിൻ്റെ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. ആ കാലഘട്ടത്തിൽ വളരെ സ്ഥാപനം മാറ്റം വന്നു. അതിനുശേഷം 2020 മുതൽ 24 മുതൽ വരെ ശ്രീമതി ജോസ്മി ജോഷുവ ടീച്ചറിൻ്റെ കാലഘട്ടത്തിൽ കുറച്ചുകൂടി ഈ സ്ഥാപനത്തിൻ്റെ ഉയർച്ച കണ്ടു. ആ കാലഘട്ടത്തിലാണ് നമുക്ക് കുട്ടികൾക്ക് കളിക്കാനായി ഒരു പാർക്കും ഒക്കെ അന്ന് കിട്ടിയത്. 2024 ജൂൺ 1-ാം തീയതിയാണ് ഞാൻ ചാർജ് എടുത്തത്. സ്കൂളിലെ അഡ്മിനിസ്ട്രേറ്ററായ മാത്യു ബേബി അച്ഛൻ്റെ വളരെ വലിയൊരു സപ്പോർട്ട് നമുക്ക് അധ്യാപകർക്കുണ്ട്. എല്ലാം പോസിറ്റീവായി കാണുകയും ഞങ്ങൾക്കൊരു പോസിറ്റിവിറ്റി തരികയും നമ്മൾ പറയുന്ന കാര്യങ്ങളൊക്കെ സ്കൂളിൻ്റെ കുട്ടികൾക്കും ആവശ്യമായ എല്ലാ കാര്യങ്ങളും അച്ഛനാൽ കഴിയുന്ന പോലെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നു. അതുകൊണ്ട് നമുക്ക് നല്ല ആത്മവിശ്വാസത്തോടെ ഈ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യാൻ കഴിയുന്നു. ഈ സ്ഥാപനത്തിൽ എത്തിച്ചേരുന്ന ഒരു കുട്ടി, പ്രീ പ്രൈമറിയിൽ എത്തിച്ചേരുന്ന ഒരു കുട്ടിക്ക് BCom വരെ കഴിഞ്ഞ് പഠനം പൂർത്തിയാക്കി ഇറങ്ങാനുള്ള സാഹചര്യം ഈ സ്ഥാപനത്തിനുണ്ട്. കുട്ടികളുടെ പഠന കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനും വിദ്യാലയവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുമെല്ലാമായി PTA മീറ്റിങ്ങുകൾ ഇടയ്ക്കിടെ കൂടാറുണ്ട്. PTA ശക്തിപ്പെടുന്നതിനനുസരിച്ച് സ്കൂളിലെ പ്രവർത്തനങ്ങൾ കൂടുതൽ പുരോഗമിക്കാനിടയായിട്ട് തീരും. കുഞ്ഞുങ്ങൾ കുറച്ചുകൂടി റെസ്പോൺസിബിളായി മാറുന്നതിൻ്റെ കാര്യം പേരൻസിൻ്റെ ക്ലോസ് വാച്ച് കുഞ്ഞുങ്ങൾക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും അനുഗ്രഹമായിരിക്കുന്ന കാര്യം. ഈ സ്കൂളിലെ മാതാപിതാക്കൾ അവരും പ്രത്യേകതയുള്ളവരാണ്. കാര്യം ദൈവത്തിന് അവരോടുള്ളതായിരിക്കുന്ന സ്നേഹം വളരെ കൂടുതലുള്ളതുകൊണ്ടും അവർ നല്ല മനുഷ്യരായതുകൊണ്ടുമാണ് ഇങ്ങനെയുള്ള പ്രത്യേകതയുള്ള കുട്ടികളെ അവർക്ക് പരിചരിക്കുവാൻ വേണ്ടി അവർക്ക് കുഞ്ഞുങ്ങളായി നൽകിയത്. ഈ ഒരു കൂട്ടായ്മയും ചർച്ചയുമാണ് വിദ്യാലയ വികസനത്തിൻ്റെ അടിത്തറ. എൻ്റെ മോളയുടെ അഡ്മിഷനായത് 3rd സ്റ്റാൻഡേർഡിലേക്കാണ്. അതിനു മുമ്പ് അവൾ നോർമൽ സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നോർമൽ സ്കൂളിൽ അവൾ ആ ക്ലാസ്സിൽ 42 പിള്ളേരുണ്ടായിരുന്നെങ്കിൽ 42ാം സ്ഥാനത്താണ് എൻ്റെ മോളുണ്ടായിരുന്നത്. അത്രക്കും നമ്മളെ കുട്ടീനെ നോർമൽ സ്കൂളിൽ വിടുമ്പോൾ ഒരു അഗ്രസ്ഥാനമാണ് അവർക്ക് നൽകുന്നത്. പക്ഷേ ഈ മാർത്തോമാ കോമ്പൗണ്ടിൽ അവൾക്ക് കഴിഞ്ഞ പിന്നെ അവൾക്ക് നല്ലൊരു വിദ്യാഭ്യാസമാണ് ഇവിടുന്ന് കിട്ടിയത്. ഇവിടുത്തെ സാറന്മാരും ടീച്ചേഴ്സും HMഉം ഫാദറും എല്ലാവരും നല്ലൊരു കെയറിങ്ങാണ് നമ്മുടെ കുട്ടികൾക്ക് നൽകുന്നത്. എല്ലാ കാര്യത്തിലും, കലോത്സവത്തിലും ഇവിടുത്തെ ആനുവൽ ഡേക്കും അതുപോലെ വർക്ക് എക്സ്പീരിയൻസിലും എല്ലാത്തിലും നല്ലൊരു മികവാണ് എൻ്റെ കുട്ടിയിൽ എനിക്ക് കാണാൻ സാധിച്ചത്. ഇപ്പോൾ അവൾ 42ാം സ്ഥാനത്തുണ്ടായ മോള് ഇപ്പോൾ ക്ലാസ്സിൽ 1st സ്ഥാനമാണ് എൻ്റെ മോക്കുള്ളത്. അവിടെ പഠിപ്പിലായാലും എല്ലാ കാര്യത്തിലും നല്ലൊരു ഇതാണ് എനിക്ക് എൻ്റെ മോളിൽ കാണാൻ സാധിച്ചത്. വിദ്യാലയത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററുമായും പ്രധാന അധ്യാപികയുമായും മറ്റ് അധ്യാപകരുമായും PTA പ്രതിനിധികളും മാതാപിതാക്കളും കുട്ടികളുടെ കലാ കായിക കഴിവുകളെക്കുറിച്ചും പഠനത്തെക്കുറിച്ചും ചർച്ച ചെയ്യുന്നു.
13 വർഷമായി ഇപ്പോൾ ഞാനിവിടെ കൊണ്ടുവരാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ സ്പീച്ച് മുതൽ ഇപ്പോൾ 12ാം ക്ലാസ് വരെ ഇപ്പോൾ ഇത് ഇവിടെ തന്നെ പഠിക്കുന്നുള്ളൂ. നമുക്ക് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുന്നില്ല, ചെവി കേൾക്കുന്നില്ലെങ്കിൽ അതിനുള്ള എവിടെ പോകാനും വരാനും നല്ല അതിനുള്ളൊരു ഇതെല്ലാം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്കൂളിൽ ചേർത്തതിന് ശേഷം. എന്നെപ്പോലും ആരും പറയുന്നത് ഇബ്രാഹിം ബാദുഷാൻ്റെ ഉമ്മാണ്. അപ്പോൾ അത്രയ്ക്കും നല്ലൊരു മാറ്റം സ്കൂളിൻ്റെ ഭാഗത്ത് എനിക്ക് കിട്ടിയിട്ടുള്ളത്. മർത്തോമ വിദ്യാലയത്തിലെ ആദിക്സ് പാരഡൈസ് എന്ന ഈ പാർക്ക് ഒരു സ്മാരകമാണ്. 13ാം വയസ്സിൽ ഒരു അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ട ആദിക്കിന്റെ ഓർമ്മയ്ക്കായി ആദിക്കിന്റെ മാതാപിതാക്കളായ ആലുവയിലെ എബിയും ലീനയും ഈ സ്കൂളിന് സംഭാവന ചെയ്ത പാർക്ക്. ഇവർ കാസർഗോഡ് ഇന്ദിരാനഗറിലെ ബില്യാർഡ്സ് സ്കൂളിൽ 2ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ. മർത്തോമ വിദ്യാലയത്തിലെ ഓരോ ക്ലാസ് മുറിയിലും കുട്ടികൾ കയറി ഇറങ്ങി ക്ലാസ്സുകളുടെ രീതി, അധ്യാപകർ ക്ലാസ് എടുക്കുന്ന പഠന ശൈലികൾ എന്നിവ കണ്ടറിയുന്നു. മർത്തോമ വിദ്യാലയത്തിന്റെ പരിധിയിൽപ്പെട്ട വിദ്യാനഗർ പോലീസ് സ്റ്റേഷനിലെ SI വിജയൻ മേലത്തും സിവിൽ പോലീസുകാരായ സബിത, മനോജ് എന്നിവരും വിദ്യാലയത്തിലെത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹം ചേർത്ത് പിടിക്കേണ്ടവരാണെന്ന ബോധവൽക്കരണം നടത്തി. ചടങ്ങിൽ ബില്യാർഡ്സ് സ്കൂളിലെ കുട്ടികളും പ്രിൻസിപ്പൽ പ്രവിരാജും സജീവ പങ്കാളിത്തം വഹിച്ചു. ബോധവൽക്കരണ പ്രസംഗം കുട്ടികൾക്ക് വേണ്ടി ടീച്ചർ ആംഗ്യഭാഷയിൽ പരിഭാഷപ്പെടുത്തി. ഞാൻ ബില്യാർഡ്സ് സ്കൂളിലെ കുട്ടികളുടെ പഠന സമയം ഒരു അരമണിക്കൂർ എടുത്തത് അവർ പാഠപുസ്തകത്തിൽ പഠിക്കുന്നതിനപ്പുറത്ത് ജീവിതത്തിന്റെ പുസ്തകം പഠിക്കുക എന്ന ഉദ്ദേശത്തോടുകൂടിയാണ്. പണ്ട് പ്രളയത്തിൽ പുസ്തകങ്ങളെല്ലാം നശിച്ചപ്പോൾ ഒരു കവി പാടിയത്, കുഞ്ഞെ പാഠപുസ്തകങ്ങളെല്ലാം പ്രളയത്തിൽ ഒലിച്ചു പോയെങ്കിലെന്ത്, തന്നിന്റെ പ്രകൃതി താളുകൾക്കപ്പുറത്തുള്ള ജീവിത പാഠമാണ്. നിങ്ങൾ നമ്മുടെ സ്കൂളിലെ കുട്ടികളോടൊപ്പം ഒരു അരമണിക്കൂർ ചെലവഴിക്കുന്നത് ജീവിതത്തിലെ പാഠങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. അതിഥികളായി എത്തിയവർ പാട്ടുപാടിയും കവിത ചൊല്ലിയും ഭിന്നശേഷി ദിനാചരണ ചടങ്ങ് ഏറെ അർത്ഥവത്താക്കി മാറ്റി. ഭിന്നശേഷി ദിനാചരണ ചടങ്ങ് തീർന്നപ്പോൾ മഴ വന്നു. മഴയുടെ മനോഹാരിതയ്ക്കൊപ്പം മർത്തോമയിലെ കുട്ടികൾ അവരുടെ ഭാഷയിൽ അന്യോന്യം ആഹ്ലാദം പങ്കിട്ടു. ഒരാഹ്ലാദവും അതിനൊപ്പമുള്ള കഴിവുകളും ഇവർക്ക് അന്യമല്ല. കലാരംഗത്ത് മിടുക്ക് തെളിയിച്ച കുട്ടികളേറെയുണ്ട് മാർത്തോമ വിദ്യാലയത്തിൽ. ഒരു മത്സരത്തിനുള്ള തയ്യാറെടുപ്പാണ് ഈ നൃത്ത പരിശീലനം. ഞാനിവിടെ 8ാം ക്ലാസ് മുതലാണ് ഇവിടെ ചേർത്തത്. 8ാം ക്ലാസ് വരെ നോർമൽ സ്കൂളിലായിരുന്നു. ഒരുവിധം നന്നായിട്ട് സംസാരിക്കുന്ന കുട്ടിയാണ്. എന്ന് വെച്ചാൽ ജന്മന കേൾവി ഉണ്ടായിരുന്നു. ഒരു 4ാം ക്ലാസ്സിലേക്ക് എത്തി കഴിഞ്ഞ ശേഷമാണ് അത് കേൾവി കുറവ് വന്നത്. ഇപ്പം 100% കേൾക്കുന്നില്ല, ആ ഒരു അവസ്ഥയിലാണ്. അപ്പോൾ 8ാം ക്ലാസ് മുതൽ നോർമൽ സ്കൂളിൽ പഠിച്ചു. അപ്പോൾ ഒന്നും അറിയാത്തതുകൊണ്ട്, വായിക്കാനും എഴുതാനൊന്നും കഴിയാത്തതുകൊണ്ട് പിന്നീട് ഇവിടുന്ന് മാർത്തോമയിൽ നിന്ന് എന്നെ വിളിക്കുകയായിരുന്നു. അപ്പോൾ ഒന്നും അറിയാതിരുന്ന കുട്ടി 10ാം ക്ലാസ്സിൽ സ്കൂളിൻ്റെ ടോപ്പറായിട്ട് പാസ്സായിട്ടുണ്ട്, ജയിച്ചതുണ്ട്. അപ്പോൾ അത്രത്തോളം മാറ്റങ്ങൾ നമുക്ക് ഈ മാർത്തോമയിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. ഗോസുല അക്ഷയ ആന്ധ്രാപ്രദേശത്തിൽ നിന്നുള്ള വിദ്യാർത്ഥിയാണ്. മോണോ ആക്ട്, സിംഗിൾ ഡാൻസ്, പെൻസിൽ ഡ്രോയിങ്, ഒപ്പന, ബാൻഡ് തുടങ്ങി പങ്കെടുത്ത മത്സരങ്ങളിലെല്ലാം A ഗ്രേഡ് ലഭിച്ച മിടുക്കിയാണ് ഗോസുല. സാധാരണ വിദ്യാലയത്തിൽ നൽകുന്ന എല്ലാ തരത്തിലുള്ള കലാപരിശീലനങ്ങളും മാർത്തോമയിലെ കുട്ടികൾക്ക് നൽകി പഠനത്തോടൊപ്പം ഇവരെ മികവുള്ളവരാക്കി മാറ്റുന്നു. വസ്ത്ര നിർമ്മാണം, എംബ്രോയിഡറി, മെറ്റൽ എൻഗ്രേവിംഗ്, പേപ്പർ ക്രാഫ്റ്റ്, അഗർബത്തി നിർമ്മാണം, കയർ മാറ്റുകൾ നിർമ്മാണം, ഇവയിലെല്ലാം പരിശീലനം നൽകി മത്സരത്തിൽ പങ്കെടുപ്പിക്കുന്നു. മത്സരത്തിൽ ഇവർ വിജയികളാകുന്നു. കലാപരമായ എല്ലാവിധ കഴിവുകളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാടക മത്സരത്തിലും നൃത്ത മത്സരങ്ങളിലും സംസ്ഥാന കലോത്സവങ്ങളിൽ A ഗ്രേഡോടുകൂടി സമ്മാനിതരായവരാണ് മാർത്തോമയിലെ കുട്ടികൾ. കേൾവിയുടെ കാര്യത്തിൽ ചില പോരായ്മകൾ ഉണ്ടെങ്കിലും പഠനത്തിലും കായിക രംഗത്തും കലാരംഗത്തും മിടുക്കരെ വാർത്തെടുക്കുന്ന വിദ്യാലയം.
നമ്മെ അതിശയിപ്പിക്കുന്ന സാക്ഷ്യങ്ങൾ നൽകുന്നു. കുട്ടികളുടെ വിവിധങ്ങളായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുവാൻ, അവരുടെ പരിമിതികളെ മറികടക്കുവാൻ ഉള്ള പരിശീലനമാണ് ഈ സ്ഥാപനങ്ങൾ നൽകി കൊടുക്കുന്നത്. സമൂഹവുമായിട്ട് ചേർന്ന് ഇടപഴകുന്നതിലൂടെ അവർക്ക് അവരുടേതായ സ്ഥാനം കണ്ടെത്തുന്നതിന്, അവർക്ക് പ്രാപ്തരാക്കുന്നതിന് ഈ സ്ഥാപനം പ്രതിജ്ഞാബദ്ധമാണ്. മറ്റൊരു തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ടു പോകുമായിരുന്ന കുറേ വിദ്യാർത്ഥികളെ നമ്മൾ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഈ കോളേജിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ നേട്ടം. ഒപ്പം ഈ നാട്ടുകാരുടെ സഹകരണം, അവരുടെ പിന്തുണയും കൈത്താങ്ങും ഈ കോളേജിന് വളരെ വലുതായിട്ട് ലഭ്യമായിട്ടുണ്ട്. അവർ മറ്റൊരു സാധാരണ കേൾവിശക്തിയുള്ള കുട്ടികളെക്കാൾ ഒട്ടും പുറകിലായി പോകാതെ ഇരിക്കുവാനായിട്ടുള്ള പരിശീലനം, അതിനുള്ള ഒരു തൻ്റെ ഇടം അവർക്ക് ഈ കോളേജ് പകർന്നു കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു വസ്തുതയാണ്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, വയനാട് എന്നീ ജില്ലകളിലെ കുട്ടികളാണ് പ്രധാനമായും ഇവിടെ പഠിക്കുന്നത്. പരീക്ഷാ വിജയത്തിൽ എന്നും 100% തിളക്കത്തിലാണ് ഈ വിദ്യാലയം. 2024 സംസ്ഥാന അധ്യാപക അവാർഡ് നേടിയ ജോഷി മോൻ. പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു സമൂഹത്തെ കൈപിടിച്ച് ഉയർത്തി സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്ന ഭാരിച്ചമായ ഉത്തരവാദിത്തമാണ് സ്പെഷ്യൽ ടീച്ചേഴ്സ് വഹിക്കുന്നത്. അവരുടെ പ്രവർത്തനങ്ങളെല്ലാം മറ്റ് സമൂഹത്തിന് മുമ്പിൽ നോക്കുമ്പോൾ പരിമിതമാണെങ്കിലും ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ട് വരുന്നതിൽ അവരുടെ മുഖ്യ പങ്ക് പ്രാധാന്യം അർഹിക്കുന്നു. അത് സമൂഹത്തിൻ്റെ വളർച്ചയ്ക്കും ഗവൺമെൻറ്റിൻ്റെ വളർച്ചയ്ക്കും രാഷ്ട്രത്തിൻ്റെ വളർച്ചയ്ക്കും ഉത്തമമാണ്. ഒപ്പം തന്നെ വിവിധ സൃഷ്ടികളിലൂടെ അവരെ ഉത്തേജിപ്പിക്കുവാനും, ഒപ്പം തന്നെ സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് ഭക്ഷണം ഇല്ലാത്ത കുടുംബങ്ങളിലേക്ക്, അല്ലെങ്കിൽ വീടില്ലാത്ത കുടുംബങ്ങളിലേക്ക്, സ്ഥലമില്ലാത്ത കുടുംബങ്ങളിലേക്ക്, ആതുര സേവനം എത്തേണ്ട കുടുംബങ്ങളിലേക്ക് ഈ കുട്ടികളിലൂടെ എത്തിക്കുവാൻ തന്നെ നമുക്ക് സാധ്യമായി തീർന്നിട്ടുണ്ട് എന്ന് ഗവൺമെൻറ് കണ്ടെത്തിയതിൻ്റെ പരിണിത ഫലമാണ് എനിക്ക് ഈ അവാർഡ് ലഭിക്കാൻ സാധ്യമായത്. മാർത്തോമ കോളേജ് ഓഫ് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവർത്തിക്കുന്നത് ബദിയടുക്കയിലാണ്. ബാച്ചിലർ ഓഫ് ഓഡിയോളജി ആൻഡ് സ്പീച്ച് ലാംഗ്വേജ് പത്തോളജി BASLP കോഴ്സ് 4 വർഷമാണ്. ഇതേ വിഷയത്തിൽ മാസ്റ്റർ ഡിഗ്രിയും നൽകുന്നു. BASLP വിദ്യാർത്ഥികൾക്കുള്ള ഇന്റേൺഷിപ്പും പ്രാക്ടിക്കലും ചെർക്കളയിലെ മാർത്തോമ വിദ്യാലയത്തിൽ നൽകുന്നു. ഇവർ 4ാം വർഷ BASLP വിദ്യാർത്ഥികളാണ്. മാർത്തോമ ക്ലിനിക്കിൽ ഇവർ കുട്ടികളെ വിശദമായി പരിശോധിക്കുന്നു. ശ്രവണ പരിമിതികൾ മനസ്സിലാക്കി ആവശ്യാനുസരണം ശ്രവണ സഹായികൾ നൽകുന്നു. കേൾവിയും സംസാരശേഷിയും അന്യോന്യം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഈ പോരായ്മകൾ എങ്ങനെ മാറ്റിയെടുക്കാമെന്നതാണ് മാർത്തോമ ക്ലിനിക്കിൽ പരിശോധന വിധേയമാക്കുന്നത്. ചെർക്കള മാർത്തോമ വിദ്യാലയത്തിൽ പ്രവർത്തിക്കുന്ന ക്ലിനിക്കിൽ ഈ വിദ്യാലയത്തിലെ കുട്ടികൾക്ക് മാത്രമല്ല ചികിത്സയും പരിഹാരവും നൽകുന്നത്. സംസാരത്തിനോ കേൾവിക്കോ പ്രശ്നങ്ങൾ നേരിടുന്ന ആർക്കും ഇവിടെ വന്ന് പരിശോധന നടത്താം. അപ്പോൾ ഇവിടെ മേജറായിട്ട് നമ്മൾ ചെയ്യുന്നത് കേൾവി പരിശോധന. അത് നവജാത ശിശുക്കൾ മുതൽ പ്രായമായവർ വരെയുള്ള കേൾവി പരിശോധന നമ്മൾ ചെയ്യുന്നുണ്ട്. റിസൾട്ട് അനുസരിച്ച് അവർക്ക് ആവശ്യമായ തെറപ്പി അല്ലെങ്കിൽ ശ്രവണ സഹായികൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ സംസാരം വൈകുന്നത് അല്ലെങ്കിൽ സംസാരത്തിന് പ്രശ്നങ്ങൾ വരുന്നത് കേൾവിക്കുറവ് കൊണ്ടാവാം, അല്ലെങ്കിൽ മറ്റു പല കാരണങ്ങൾ കൊണ്ടും ആവാം. ഈ കാരണങ്ങൾ എന്താണെന്ന് കണ്ടുപിടിക്കുകയും അവരുടെ പ്രസൻ്റ്ലിയുള്ള പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്ത് അതിനനുസരിച്ചിട്ടുള്ള സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറപ്പിയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്ത് പ്രശ്നമാണെങ്കിലും, കേൾവി സംബന്ധമായതോ സംസാര സംബന്ധമായ എന്ത് പ്രശ്നമാണെങ്കിലും എത്രയും പെട്ടെന്ന് ഇത് മനസ്സിലാക്കുക, അതിന് ആവശ്യമായ തെറപ്പി അല്ലെങ്കിൽ റിഹാബിലിറ്റേഷൻ പ്രൊസീജിയേഴ്സ് എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് കിട്ടാനുള്ള കീ എന്ന് പറയുന്നത്. അപ്പം കുഞ്ഞു കുട്ടികളിൽ കേൾവിക്കുറവുണ്ടെന്ന സംശയം വരുമ്പോൾ തന്നെ അതിനനുസരിച്ചിട്ടുള്ള ശ്രവണ സഹായികൾ ഉപയോഗിക്കുക, ഇല്ലെങ്കിൽ കോക്ലിയർ ഇംപ്ലാന്റ് സർജറികൾക്ക് റെക്കമെൻഡ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം ആവശ്യമായ സ്പീച്ച് തെറപ്പി എടുക്കുക. അത് കുറച്ച് നാൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതാണ് നല്ല മാറ്റങ്ങൾ വരാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം. ഇവർ അധ്യാപകരോടൊപ്പം പ്രാർത്ഥനാലയത്തിലേക്കാണ് പോകുന്നത്.
1996 ചാപ്പലിന്റെയും ഹാളിന്റെയും നിർമ്മാണം പൂർത്തീകരിച്ചത്. എന്നുമുള്ള പ്രാർത്ഥന മനസ്സിന് ഉന്മേഷവും വേറിട്ടൊരാനന്ദവും നൽകും. പ്രാർത്ഥന പോസിറ്റീവ് എനർജിയാണ് ഓരോ മനസ്സിനും നൽകുന്നത്. മാർത്തോമാ വിദ്യാലയത്തിന്റെ തുടക്കം മുതലുള്ള വളർച്ചയുടെ കഥകൾ ഓരോന്നും വിദ്യാലയത്തിന്റെ മാനേജിംഗ് കമ്മിറ്റി അംഗവും റിട്ടയർഡ് കോളേജ് പ്രൊഫസറുമായ ജേക്കബ് മാത്യുവിന്റെ മനസ്സിലുണ്ട്. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ ചെന്നു. എന്നാൽ അതിനേക്കാൾ കൂടുതലായി അവൻ രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. കുരുടർ കാണുന്നു, ചെകിടർ കേൾക്കും. നമ്മുടെ ഈ സ്കൂൾ ആരംഭിച്ചപ്പോൾ അതിൻ്റെ ഒരു ആപ്തവാക്യമായി ഇതാണ്: ഈ ശുശ്രൂഷ ഇത്രയും കാലം നടപടിയായി നിവർത്തിപ്പാൻ ഇവിടുത്തെ അധ്യാപകർക്കും അവരോടുകൂടെ പ്രവർത്തിക്കുന്നവർക്കും ഇവിടെ പഠിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാവർക്കും അത് സാധിച്ചു. ദൈവകൃപയാൽ സാധിച്ചു. ബികോം ബിരുദ പഠനത്തിനായി മാർത്തോമാ ക്യാമ്പസിൽ കോളേജ് ആരംഭിച്ചത് 2013 മാർത്തോമാ കോളേജ് ഫോർ ദി ഹിയറിംഗ് ഇംപയർഡിന് തുടക്കം കുറിച്ചു. +2 പൂർത്തിയാക്കുന്ന കുട്ടികൾക്ക് ഇവിടെ തന്നെ ബിരുദ പഠനം നടത്താം. അതോടൊപ്പം ഹോസ്റ്റൽ സൗകര്യങ്ങളുണ്ട്. ഗേൾസ് ഹോസ്റ്റലിൽ കുട്ടികളോടൊപ്പമാണ് അധ്യാപികമാർ താമസിക്കുന്നത്. ജാതി മതഭേദമില്ലാതെ ശ്രവണ പരിമിതികൾ നേരിടുന്ന കുട്ടികൾ ഇവിടെ പഠനത്തിനായി എത്തുന്നു. ഇനി ഒരു സയൻസ് ലാബിലേക്ക് പോകാം. ആസിഡുകളും ബേസിലുകളും വെവ്വേറെ തിരിച്ചറിയാനുള്ള ക്ലാസുകൾ ചിന്തകളെ പ്രോജ്വലിപ്പിക്കുന്നു, അറിവുകളെ ചിന്തേരിട്ട് മിനുക്കിയെടുക്കുന്നു. ഇവർ പാർശ്വവൽക്കരിക്കേണ്ടവരല്ലെന്ന് മാർത്തോമാ വിദ്യാലയം സാക്ഷ്യപ്പെടുത്തുന്നു. കുട്ടികളോടൊപ്പം വിദ്യാലയത്തിലെത്തുന്ന അമ്മമാർ വസ്ത്രനിർമ്മാണത്തിലും മറ്റും കുട്ടികളെ സഹായിക്കുന്നു. ഒപ്പം അധ്യാപികമാരും. പാരസ്പര്യത്തിന്റെ വിജയഗാഥ. ഞാൻ പഠിക്കുന്നത് 9ാം ക്ലാസ്സിലാണ്. ഞാനിവിടെ 3ാം ക്ലാസ്സിലാണ് വന്ന് ചേരുന്നത്. ഇവിടെ ആദ്യമായി വരുമ്പോൾ എല്ലാവരും സൈൻ ലാംഗ്വേജ് കാണിക്കുമ്പോൾ എനിക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ എല്ലാവരുമായിട്ടുള്ള സൗഹൃദത്തിൽ എനിക്ക് പതിയെ സൈൻ ലാംഗ്വേജ് പഠിച്ചെടുക്കുവാൻ സാധിച്ചു. മുൻപ് പഠിച്ചിരുന്ന സ്കൂളിൽ ഞാൻ മിണ്ടാതെ ഇരിക്കുമായിരുന്നു ചെയ്തിരുന്നത്. എന്നാൽ മാർത്തോമ സ്കൂളിൽ വന്നപ്പോൾ എല്ലാ കുട്ടികളുമായിട്ടും എനിക്ക് വളരെ സൗഹൃദത്തിലാകാൻ സാധിച്ചു. അധ്യാപകരുടെ നിരന്തരമായ പരിശീലനത്തിലൂടെ എനിക്ക് പഠിച്ചു വരാനും പരീക്ഷയ്ക്ക് നല്ല മാർക്ക് നേടാനും സാധിച്ചു. അതുവഴി ഞാൻ വളരെ ഹാപ്പിയായി. വർക്ക് എക്സ്പീരിയൻസിൽ ഫ്ലവർ മേക്കിങ്ങിൽ ഞാൻ മത്സരത്തിന് പോയി. എനിക്ക് A ഗ്രേഡ് ലഭിച്ചു. അധ്യാപകരെല്ലാവരും എന്നെ സഹായിച്ചു. ഞാൻ ഒരുപാട് ഹാപ്പിയാണ്. കായികാധ്യാപകൻ കെ പ്രഭാകരന്റെ നേതൃത്വത്തിലാണ് കുട്ടികൾ കായിക പരിശീലനം നേടുന്നത്. നല്ലൊരു ഫുട്ബോൾ ടീമിനെ മാർത്തോമാ വിദ്യാലയത്തിൽ പരിശീലിപ്പിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. മത്സരങ്ങളിൽ വിജയിച്ചു വരുന്ന ഫുട്ബോൾ ടീം ബാൻഡ് ട്രൂപ്പും വളരെ വിജയകരമായി സമ്മാനങ്ങൾ നേടിയും അംഗീകാരങ്ങൾ നേടിയും പെരുമയോടെ മുന്നേറുന്നു. 1965 മുതൽ വ്യാപരിക്കുന്ന ദൈവകൃപയ്ക്ക് പ്രത്യേകം നന്ദി പറയുന്നു. 2024 ജനുവരി 1 മുതൽ അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയൂസ് എപ്പിസ്കോപ്പയാണ് സ്കൂളിൻ്റെ മാനേജറായി, കോളേജിൻ്റെയും മാനേജറായി പ്രവർത്തിക്കുന്നത്. ഭദ്രാസനത്തിൽ നിന്നുള്ള കൈത്താങ്ങലുകളും സഭയിൽ നിന്നുള്ള കൈത്താങ്ങലുകളും സ്വാക്ക് എന്ന സൊസൈറ്റിയുടെ പ്രോത്സാഹനവും ഒക്കെ ഈ സ്കൂളിന് ലഭിക്കുന്നു എന്നുള്ളത് അനുഗ്രഹമാണ്. ഈ സ്ഥാപനത്തിൽ പഠിച്ച ഏകദേശം 70 പേര് സർക്കാരിലോ അർദ്ധ സർക്കാർ സ്ഥാപനത്തിലോ ജോലി ചെയ്യുന്നു എന്നുള്ളത് ഞങ്ങൾക്കേറെ സന്തോഷം നൽകുന്നതായിരിക്കുന്ന കാര്യമാണ്. ഇനിയും ധാരാളം മുമ്പോട്ട് പോകേണ്ടതായിട്ടുണ്ട്. എല്ലാവരുടെയും പ്രാർത്ഥന ഞാൻ അപേക്ഷിക്കുന്നു, സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. മാർത്തോമാ സഭയുടെ ബധിര വിദ്യാലയം എന്ന ആശയത്തിനും പ്രവർത്തനത്തിനുമൊപ്പം സുമനസ്സുകൾ ചേർന്ന് നിൽക്കുന്നു. അതോടൊപ്പം ചെർക്കള ഗ്രാമീണ ബാങ്കിനെ പോലുള്ള പ്രസ്ഥാനങ്ങളുമുണ്ട്. 1981 10 കുട്ടികളുമായി മാർത്തോമാ സഭ ബധിര വിദ്യാലയം ആരംഭിച്ചത് ഈ ആനന്ദഭവനിലാണ്.
അച്ഛനും കുട്ടികളും കുടുംബവുമെല്ലാം ആനന്ദഭവനിൽ താമസിച്ചു. ഇവിടെയാണ് മാർത്തോമാ വിദ്യാലയം എന്ന നന്മ മരത്തിന്റെ വിത്ത് പാകിയത്. സസ്നേഹം കുട്ടികൾക്ക് കരുതലും സ്നേഹവും നൽകി വളർത്തിയത്. മാർത്തോമാ വിദ്യാലയം എന്ന പ്രകാശ ഗോപുരത്തിന് പ്രകാശം ചൊരിഞ്ഞ മഹത് വ്യക്തികളെ വിനയപൂർവ്വം സ്നേഹാദരവുകളോടെ ഓർക്കാം എന്നും.